ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ ഫി പറ്റി ബേബി. ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഡിക്കൽ സർജിക്കലിൻ്റെ ഒരു ടോപ്പിക്കാണ്. അതായത് പ്രോമെട്രിക് എക്സാം, എൻക്ലക്സ് ആർ എൻ ഓസ്കി എക്സാം വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ട് അത് ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ എന്തെല്ലാം പോയിന്റുകളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചൊരു ഒരു ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് ഡെയിലി പോകുക. അപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് ഇതൊന്ന് റിമൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് DVT ആണ്. DVT എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം, അതായത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് അല്ലേ. അപ്പോൾ DVTയുടെ മെയിൻ ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വോളൻ ലെഗ്, അതായത് ലെഗിൽ സ്വോളനായിരിക്കും. അതുപോലെ തന്നെ ലെഗ് പെയിൻ ഉണ്ടാവാം, കളർ ചേഞ്ചസ് ഉണ്ടാവാം, വാമായിട്ടായിരിക്കും, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് അല്ലെങ്കിൽ SOB അനുഭവപ്പെടാം. അതുപോലെ തന്നെ ബൾജിങ് വെയിൻ ബൾജായിട്ട് കാണപ്പെടും. അതുപോലെ തന്നെ ചെസ്റ്റ് പെയിൻ ആൻഡ് ഡിസ്നെസ്. ഇത്രയും മെയിൻ ആയിട്ടുള്ള 8 സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനായിട്ട് മെയിനായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ മെയിൻ മാനേജ്മെൻറ്റിലോട്ട് പോകുവാണെങ്കിൽ ഇതിൻ്റെ കൊടുക്കുന്ന മെയിൻ മാനേജ്മെൻറ്റ് ആൻറ്റി കൊയാഗുലൻ തെറാപ്പി ആസ് വെൽ ആസ് ടെഡ് സ്റ്റോക്കിംഗ് ആണ് കൊടുക്കുന്നത്. ആൻറ്റി കൊയാഗുലൻ തെറാപ്പിയിൽ തന്നെ ക്ലെക്സിനാണ് കൊടുക്കുന്നത്. ക്ലെക്സിൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിനാണ് DVTക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ മാനേജ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു സൈനാണ്. DVT ഉള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് കാണാം എപ്പോഴും ബാബിൻസ്കൈസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ക്ലെക്സിൻ എന്തുകൊണ്ടാണ് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കുന്നത്. വൈ ക്ലെക്സിൻ നോട്ട് ഗിവിങ് ആസ് എ IM അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർ ആയിട്ട് കൊടുക്കുന്നില്ല, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രിവെൻറ്റ് മസ്കുലർ ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലെക്സിൻ എപ്പോഴും എന്തായിട്ട് കൊടുക്കുന്നത്, സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. DVT എന്ന് പറഞ്ഞാൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. അതിൻ്റെ മെയിൻ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വോളൻ ലെഗ്, പെയിന് വാമായിട്ടായിരിക്കും, വെയിൻ ബൾജായിട്ടായിരിക്കും, അതുപോലെ കളർ ചേഞ്ച് അനുഭവപ്പെടും, ഡിസ്നെസ്, ചെസ്റ്റ് പെയിൻ ആൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. ഓക്കെ, ഇതിൻ്റെ മെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ടെഡ് സ്റ്റോക്കിങ്ങും അതുപോലെ തന്നെ ആൻറ്റി കൊയാഗുലൻ്റ് തെറാപ്പി ക്ലെക്സിനാണ് കൊടുക്കുന്നത്. ക്ലെക്സിൻ എപ്പോഴും സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ IM ആയിട്ട് ഒരിക്കലും ക്ലെക്സിൻ കൊടുക്കില്ല. ബിക്കോസ് എന്താണ്, ഇൻട്രാമസ്കുലർ ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലെക്സിന് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾ മെയിനായിട്ടും DVTയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ നേഴ്സ് ഈസ് പ്രിപ്പയറിംഗ് ടു അപ്ലൈ ഹൈ ആൻറ്റി എംബോളിസം സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ ടെഡ് സ്റ്റോക്കിംഗ് ടു എ പേഷ്യൻറ്റ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ മെയിൻ അസസ്മെൻറ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. എന്താണ് ഒരു നേഴ്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നേഴ്സ് നോട്ട്സ് ദാറ്റ് ദ പേഷ്യൻറ്റ് ലെഗ്സ് ഹാവ് ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്. ഒരു പേഷ്യൻറ്റിന് ഒരു നേഴ്സ് ടെഡ് സ്റ്റോക്കിംഗ് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ആ നേഴ്സ് മനസ്സിലാക്കുന്നു 2 ലെഗിലും ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മെഷർമെൻറ്റ്സ് ആണ് കാണപ്പെടുന്നത്. ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് അപ്രോപ്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ഷനാണ് എടുക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് റെസ്പോൺസ് ഫ്രം ദ നേഴ്സ് ഈസ് അപ്രോപ്രിയേറ്റ്. ആ വേർഡാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് അപ്രോപ്രിയേറ്റ്? ആ ഒരു മൊമെൻറ്റിൽ നേഴ്സ് നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1, നോട്ടിഫൈ ദ ഫിസിഷ്യൻ വെരി ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ നോട്ടിഫൈ ദ ഡോക്ടർ വെരി ഇമ്മീഡിയറ്റ്ലി. ഡോക്ടറിനെ നിങ്ങൾ ഇൻഫോം ചെയ്യും. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചൂസ് ആൻറ്റി എംബോളിസം സ്റ്റോക്കിംഗ് ഓഫ് ഡിഫറെൻറ്റ് സൈസ്. അതായത് ടെഡ് സ്റ്റോക്കിങ് ഡിഫറെൻറ്റ് സൈസിൽ, അതായത് ഏത് മെഷർമെൻറ്റിലാണോ ടെഡ് സ്റ്റോക്കിംഗ് ആ ഒരു ക്ലയൻറ്റിന് വേണ്ടത് അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് വേണ്ടത് അത് നിങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്യും, ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് എടുത്ത് ആ ഒരു ടെഡ് സ്റ്റോക്കിംഗ് അപ്ലൈ ചെയ്യും. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ സീക്വൻഷ്യൽ കംപ്രഷൻ ഡിവൈസ് ഇൻസ്റ്റെഡ് ഓഫ് ആൻറ്റി എംബോളിസം സ്റ്റോക്കിംഗ്. അതായത് ഒരു ടെഡ് സ്റ്റോക്കിങ്ങിന് പകരം ഡിഫറെൻ്റ് ആയിട്ടുള്ള കംപ്രഷൻ ഡിവൈസ് നിങ്ങൾ അപ്ലൈ ചെയ്യും. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അസസ് കാപ്പിലറി റീഫിൽ ആൻഡ് ടേക്ക് എ BP ഇൻ ദ ലോവർ എക്സ്ട്രിമിറ്റീസ്. അതായത് അപ്പർ എക്സ്ട്രിമിറ്റീസ് ആണ്
നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോവർ എക്സ്ട്രിമിറ്റീസിൽ BP ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ ക്യാപ്പിലർ റീഫിൽ ചെക്ക് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ കംപ്രഷൻ ഡിവൈസ് അതർ കംപ്രഷൻ ഡിവൈസ് ചെക്ക് ചെയ്യുമോ, അതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് അതിന് അപ്രോപ്രിയേറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് സ്റ്റോക്കിംഗ് അപ്ലൈ ചെയ്യുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് എ നേഴ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ആൻറ്റി എംബോളിസം സ്റ്റോക്കിങ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസ്. മെഷർമെൻ്റ് എടുക്കുക, ആ മെഷർമെൻറ്റിനനുസരിച്ച് എന്ത് ചെയ്യുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻറ്റി എംബോളിസം സ്റ്റോക്കിങ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ നമ്പർ B ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ ടോപ്പിക്കാണ് DVT. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. NCLEX RN പ്രോമെട്രിക് അതുപോലെ തന്നെ ഓസ്കി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ OET IELTS PT ജർമ്മൻ ക്ലാസ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. ദിസ് ഈസ് സൈനിങ് ഓഫ് എ ബാറ്റി ബേബി MSc Nurse. താങ്ക് യു.